നമസ്കാരം. എൻ്റെ പേര് മണി കൊല്ലം. പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇത് നാസർ എഴുതിക്കോട് സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. അത് തോമസ് കോശി പത്തനംതിട്ട സംഘടനയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ശ്രീ നരേന്ദ്രൻ സാറ് KPSMയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മിക്ക TV ചാനലുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പത്രങ്ങൾ ചില പത്രങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ കൊടുത്ത പ്രസ് റിലീസ് പ്രസിദ്ധീകരിച്ചിരുന്നു. എങ്കിലും കുറച്ച് വിശദമായ കാര്യങ്ങൾ ഞങ്ങൾക്കും ആയിട്ട് ഒന്ന് സംവാദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് കേരളം നമ്മുടെ ഒരു വലിയ ദുരന്തമുണ്ടായ ആ നൃത്തം മറ്റുമാറുന്ന സമയമായതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് കൂടി ആ സമയത്ത് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ച് ഒരു വിഷയം ഉന്നയിക്കുന്നത് നമുക്ക് കേരള സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അല്പം വൈകിയത്. പക്ഷേ ഗവൺമെന്റ് കാതർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറാകാതെ പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനിടയാവുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കാതർ കമ്മിറ്റിയുടെ ആദ്യ ഭാഗം എല്ലാവർക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പോലെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ വരുന്ന 12,000-ൽ വരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയങ്ങൾ 8,000-ഓളം വരുന്ന 7,800 ശിഷ്ടം വരുന്ന എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെന്റുകളെ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിന്റെ സംഘടനകളെ അവരുമായി ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഞങ്ങൾക്കിത് സംബന്ധിച്ച് പല പ്രാവശ്യം കാതർ കമ്മിറ്റി കമ്മീഷനുമായി ചർച്ചകൾക്ക് നിവേദനങ്ങൾ കൊടുത്തുവെങ്കിലും കൃത്യമായ ഒരു അവസാന റിപ്പോർട്ടിലേക്ക് പോകുന്നതിന്റെ കോപ്പി തരണമെന്ന് ആവശ്യപ്പെട്ട് ലഭിച്ചിരുന്നില്ല. ഇന്ന് നമ്മുടെ കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പറയുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ കേരളത്തിൽ നിൽക്കുന്നില്ല. മുഴുവൻ വിദ്യാർത്ഥികളും എബ്രോഡിലേക്ക് പോകുന്നു. വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നില്ല, ഇന്ത്യയിൽ പഠിക്കുന്നില്ല എന്ന് പറയുന്ന വലിയ പരാതി നിലനിൽക്കുന്നു. രണ്ടാമത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയമാണ് നമ്മളെല്ലാം കൊട്ടിയാവർത്തിച്ചു കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ 10-15 വർഷം കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് അക്കാഡമിക് കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ അത് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് ഇന്നിപ്പോ ഗവൺമെന്റ് ഉൾപ്പെടെ പറയുന്നു. അക്കാഡമിക് കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള അവസാനം കൊണ്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം വരെ DPEP തുടങ്ങി വിശദമായി ഞാൻ പോകുന്നില്ല. നമുക്കറിയാം ഇതിന്റെയൊക്കെ ഓരോ ഘട്ടങ്ങളിലും ഇത് അപകടകരമാണ്. കേരളം എന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും 1-ാം നമ്പർ സംസ്ഥാനമായി മുന്നിട്ട് നിൽക്കാനുള്ള കാരണമായത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയാണെന്ന് ഞങ്ങൾ തലമുറയിട്ട് കരഞ്ഞു വിളിച്ചു പറയുന്നു. കാരണം അത് വിളിച്ചു പറയാനുള്ള അർഹത ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം 8,000-ഓളം സ്ഥാപനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ സ്കൂൾ മേഖലയിലുള്ള ഞങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ സാമുദായിക സംഘടനകളാണ്. ബാക്കി 4,000-ഓളം സ്കൂളുകൾ മാത്രമാണ് കേരളത്തിൽ ഗവൺമെന്റ് സെക്ടറിലുള്ളത്. ഏതാണ്ട് 1,200-ഓളം 800 ശിഷ്ടം അൺഎയ്ഡഡ് സ്കൂളിലാണ് ഇന്നിപ്പം ബാക്കിയുള്ളത്. അപ്പൊ പിന്നെ അനധികൃതമായി കൂണ് പോലെ മുളച്ചു കൊണ്ടുന്ന അല്ലാത്ത ഒരു രേഖകളും ഇല്ലാത്ത സ്കൂളുകൾ ഒട്ടനവധി. അപ്പൊ ഇന്ന് ഞാനിപ്പോ സൂചിപ്പിച്ച ഒരു രേഖകളും ഇല്ലാതെ കൂണ് പോലെ മുളച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന സ്കൂളുകൾ മാത്രം മതിയോ കേരളത്തിൽ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതും കൂടെ നടപ്പിലാക്കിയാൽ ഞാനിവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ല എന്ന് പറയുന്ന പരിതപിച്ച് നിലവിളിക്കുന്ന ഗവൺമെന്റ് ഉൾപ്പെടെ നിലവിളിക്കുന്നുവെങ്കിൽ ഇതും കൂടെ നടപ്പിലാക്കിയാൽ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ രക്ഷിതാക്കൾ ഈ ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അവരെ വേണമെങ്കിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ വിടണം. അപ്പോ സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ കാതർ കമ്മിറ്റിയുടെ രണ്ടാമത്തെ റിപ്പോർട്ട് വായിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്യന്തികമായ അതിൽ നിന്നുള്ള കണ്ടന്റ് എന്ന് ഞങ്ങൾ നിസ്സംശയം പറയും. ഇതുകൊണ്ട് കാരണം നമുക്ക് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രസിഡന്റോ കടന്നു പോകുന്നുണ്ട്, പരിഗണമായി ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇത് വായിച്ചു നോക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പാടെ തകർക്കുകയാണ്. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ള വിദ്യാലയങ്ങൾക്ക് തന്നെ
4 വർഷമായി വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് അവർ അധ്യാപകർ നിയമിക്കുന്നതിന് ആവശ്യമായ ഡിവിഷൻ അനുവദിക്കുന്നതിന് സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിൽ പറയുകയാണ് LP-യിൽ 280 കുട്ടികൾ പഠിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഇപ്പോ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഓരോ വാർഡിലും ഒരു സ്കൂളും കൂടെ തുറക്കണം കഴിയുമോ? അപ്പോ ഇവിടെ നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുക, ഇത് പേപ്പർ വർക്കിൽ കൊണ്ടുപോവുക. ഇപ്പൊ PM-3 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുക, ഇന്നിപ്പോ അത് രഹസ്യമായി ഒപ്പിടുക. അപ്പോ ഇത് അവിയലാണോ എന്ന് ചോദിച്ചാൽ അവിയലല്ല, ഇത് തോരനാണോ എന്ന് ചോദിച്ചാൽ തോരനുമല്ല. ഇത് ഏത് രീതിയിലേക്കാണ് പോകുന്നത്? ഇത് LP എന്ന് പറയുന്നതിന്റെ ഘടന ഇവിടെ 4 വരെയാണോ, അതിന്റെ 5 വരെയാണോ? കേന്ദ്രം പറയുന്നത് അങ്ങനെയാണോ? അല്ലെങ്കിൽ UP എന്ന് പറയുന്ന ഘടന എങ്ങനെയാണ്? അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ ഘടന എങ്ങനെയാണ്? ഒന്നുകിൽ കേന്ദ്ര നിയമത്തിൽ ഒരുപാട് പോരായ്മകൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ട് എന്ന് ഞങ്ങളും പറയുന്നുണ്ട്. ഞങ്ങൾ കുറെ പ്രാവശ്യം പറയുന്നതാണ്. അത് ഗവൺമെന്റ് കൂടെ മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുക ചെയ്യണം. ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടും മേടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കിലൂടെ ഞങ്ങളെയും നിങ്ങളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഒന്നാകെ തകർക്കുന്ന രീതിയിലുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടാൽ ഇവിടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ തയ്യാറല്ല. ഇത് വരുന്നതിന് മുമ്പ് തന്നെ പ്രാവശ്യമായി ചർച്ചകൾക്ക് തയ്യാറാവണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം മുഖ്യമന്ത്രിയടക്കം ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ്. തീർച്ചയായും നിങ്ങളുമായൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കൂ എന്ന് ഉറപ്പ് തന്നിട്ട് വളരെ രഹസ്യമായി, ഞങ്ങൾക്കറിയാം 1.5 വർഷമായിട്ട് ഇത് രഹസ്യമായി സൂക്ഷിക്കുകയും ഈ കേരളം നേരിടുന്ന വലിയ വിപത്തുകൾക്കിടയിൽ കൂടെയും രഹസ്യമായി കൊണ്ടുപോയി ഇത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കുകയും ഒരു ചർച്ചയും കൂടാതെ വളരെ നിസ്സാരമായ കേരളത്തിലെ വരും തലമുറയെ ബാധിക്കുന്ന വളരെ സീരിയസ് ആയ, ഇപ്പൊ ഞങ്ങളെ മാത്രമായിട്ട് ചർച്ച ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങളടക്കമുള്ള പൊതുസമൂഹമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല ഇത്. പൊതുസമൂഹമായി പോലും ചർച്ചയ്ക്ക് വിധേയമാക്കാതെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കമ്മിറ്റി വെച്ചിട്ട് കുറെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി ഇത് ഒരു ക്യാബിനറ്റ് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല. ഇതിന്റെ വിശദാംശങ്ങളിലേക്കുള്ള ഓരോ വിശദമായി ഇപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ പോലും തീർക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ ഇതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട അക്കാഡമിക് അതാണല്ലോ പ്രധാനം, അതുമായി എന്തുകൊണ്ട് തകരുമെന്നുള്ള കാര്യങ്ങൾ മാത്രം ചുരുക്കത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് നാസർജി കൂടെ സൂചിപ്പിക്കും. അപ്പം ഞങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ സമാനമായ NSS അടക്കമുള്ള എല്ലാ സംഘടനകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാനാണ് പോകുന്നതെങ്കിൽ അടിയന്തരമായി ചർച്ചകൾക്ക്, നമുക്കറിയാം ജനത്തപ്പോയും കലോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇനി അതൊന്നും വേണ്ട. ഞങ്ങൾ 5 സ്റ്റെപ്പ് കയറുമ്പോൾ പറഞ്ഞു വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഒപ്പന മലപ്പുറത്തും ഇവിടെ കൊല്ലം ഏരിയ തിരുവാതിരയും ഒക്കെ മതി. ഇത് അപ്പൊ ഇങ്ങനെ ഒക്കെ വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇത് പോകും. അപ്പൊ അത് കലോത്സവത്തിന്റെ കാരണം എല്ലാ രീതിയിലും വിദ്യാഭ്യാസം എന്ന് വേണം പറയുന്നത്. ഇനി പണമുള്ളവന്റെ മക്കൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ വേണമെങ്കിൽ വേറെ പോയി പഠിക്കണമെന്ന അവസ്ഥയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറയുന്നു ഇവിടുത്തെ SLC റിസൾട്ട് ഉണ്ടാവുന്ന അക്ഷരമില്ലാത്ത കുട്ടികൾ പാസ്സാവുന്നു. നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. പൂച്ചം പറഞ്ഞ അവസാനം ഇപ്പം മന്ത്രി അടക്കം പറയുന്നു, ഇപ്പം തന്നെ പറയുന്നു അടുത്ത വർഷം തൊട്ട് 8th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8th സ്റ്റാൻഡേർഡിൽ ഇത്ര ശതമാനം മാർക്ക് ഇല്ലാത്ത എഴുത്ത് പരീക്ഷ ഇല്ലാത്ത കുട്ടികളെ പാസ്സാക്കത്തില്ല എന്ന് ഒരു സൈഡ് കൂടെ പറയുകയാണ്. അപ്പോഴാണ് വീണ്ടും ഇത് നടപ്പാക്കാൻ പോകുന്നത്. നടപ്പാക്കിയാൽ ഇത് വീണ്ടും ഇല്ലാതാക്കുക. അക്ഷരമറിയാത്ത കുട്ടി ജയിക്കുന്നു, ഞങ്ങൾ തിരുത്തുമെന്ന് പറയുന്ന ഒരു പത്രസമ്മേളനത്തിൽ അത് പറയുകയും അതിനോടൊപ്പം തന്നെ കാലർ കമ്മീഷൻ യാതൊരു പഠനവും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ വിപത്തുകൾ കേരളത്തിനെ വിളിച്ചു വരുത്തുകയാണ്. അതിന് ഒരു കാരണവശാലും APSMA പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ അംഗീകരിക്കില്ല. ആ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ആ സമരപരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതിന് കോർഡിനേഷൻ കമ്മിറ്റി ഉടനെ ചർച്ചകൾക്ക് എല്ലാ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് സംഘടനകളും സർക്കാർ ചെയ്യാറുള്ളതുപോലെ വിളിച്ച് നിങ്ങളടക്കമുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചകൾക്ക് വിധേയമായി ഇതിൽ വേണ്ടുന്ന കാതലായ മാറ്റങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടുന്ന കാതലായ മാറ്റങ്ങൾ വരുത്തി ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ റിപ്പോർട്ടിൽ കുറേയേറെ നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങൾക്കൊപ്പം ഇത് പ്രായോഗിക തലത്തിൽ നടത്തി നമ്മുടെ വിദ്യാഭ്യാസം കേരളം മുൻപ് കൊണ്ടുവന്നതിനൊക്കെ എത്രയും മെച്ചമായ രീതിയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ തൽക്കാലം ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കാതെ നടപ്പിലാക്കാൻ പോയാൽ മറ്റ് സംഘടനകളുമായി ചേർന്ന് ശക്തമായ കേരളം കണ്ടിട്ടില്ലാത്ത വലിയ സമര പരിപാടികളിലേക്ക്
ഞങ്ങൾ പോകേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ചോദിക്കാനുണ്ടായി പറഞ്ഞില്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു കാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കും, നിങ്ങൾ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ട് നടപ്പിലാക്കുന്നു. പക്ഷേ ഇതായിപ്പോ കാർ കമ്മിറ്റി രണ്ടാം ഭാഗം പുറത്തു വന്നിരിക്കുന്നു. അത് ഗവൺമെന്റ് ജിയോ കണക്കൂപ്പിനത്ര പുറത്തല്ല, ഗവൺമെന്റ് ജിയോ ആ ശുപാർശ ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ക്യാബിനറ്റ് അംഗീകരിച്ചിട്ട് പിന്നെ എന്ത് ചർച്ച ക്യാബിനറ്റ് നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിനകത്ത് അപ്പൊ ഈ അത് ക്യാബിനറ്റ് അംഗീകരിച്ചാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം ഭാഗം ഇവിടെ സമർപ്പിച്ചു. അത് ക്യാബിനറ്റിൽ പോകുന്നവരാരും കണ്ടിട്ടില്ലായിരുന്നു. ചർച്ചകൾ നടത്തി എന്നൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള കരട് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും തോന്നിയിട്ടുണ്ട് അപ്രായോഗികമാണ്, ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗവൺമെന്റ് അംഗീകാരം കൊടുത്ത് ചില നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായി ആസൂത്രിതമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് നല്ല സ്വപ്നങ്ങൾ ചിന്തകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാണോ എന്നാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ അവകാശ നിയമം കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ട് അതിന് വ്യവസ്ഥാപിതമായ ആക്ടും റൂളുകളും വന്നിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് അത് നടപ്പിലാക്കാതെയാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ട വിദ്യാഭ്യാസ അവകാശ നിയമം കേരളത്തിൽ നടപ്പിലാക്കട്ടെ. അതിന് കേരള സാഹചര്യം വളരെ ഒത്തുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടികൾക്ക് ആവശ്യമായ 1 കിലോമീറ്ററിനുള്ളിൽ എല്ലാ കുട്ടികൾക്കും LP സ്കൂൾ ലഭിച്ചിട്ടുണ്ട്, പഠനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ അപ്പർ പ്രൈമറി സ്കൂൾ 8ാം ക്ലാസ് വരെ കിട്ടിയിട്ടുണ്ട്. ഹൈസ്കൂള് 3 കിലോമീറ്റർ, മറ്റേ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇത് ഏതടിസ്ഥാനത്തിലാണ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കണ്ടെത്തിയ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. സുപ്രീം കോടതി വരെ വെച്ചാൽ ഘടനാപരമായിട്ടുള്ള മാറ്റം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1 മുതൽ 5 വരെയും 6 മുതൽ 8 വരെയുമാണ്. പിന്നെ 9, 10, 11, 12 തുടർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തുടർത്താം. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇത് പ്രകാരം ഇനിയിപ്പോ സ്കൂൾ കൊടുക്കുമ്പോൾ ലിമിറ്റ് ചെയ്യാനാ പറഞ്ഞു. കുട്ടികൾ എല്ലാ സ്കൂളിലും ഒരു ഇഷ്ടമുള്ള സ്കൂളുകൾ കുട്ടികൾ സെലക്ട് ചെയ്യാനുള്ള അധികാരമില്ല, അവർ എടുത്ത് കളയാം. അത്ര കുട്ടികൾ അവിടെ പഠിക്കേണ്ടതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള സ്കൂൾ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് സ്ട്രക്ചർ വർക്കൊക്കെ ഒത്തിരി നല്ല സ്വപ്നങ്ങളുണ്ട്. നിലവിലുള്ള ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നതിന് ബിൽഡിംഗ് റൂളും ചട്ടങ്ങളും നിയമങ്ങളും പ്രശ്നം മൂലം പല സ്കൂളുകളും പണി പൗതി വെച്ച് നിർത്തിയതുകൊണ്ട് നടത്തിക്കൊണ്ടാകാൻ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 12,000 സ്കൂളിൽ ഇവിടെ 4,504 ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ 7,227 എയ്ഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ 863 അൺഎയ്ഡഡ് സ്കൂളുകളാണുള്ളത്. 12,594 വിദ്യാലയങ്ങളെ കേരളത്തിലുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന എയ്ഡഡ് സ്കൂളുകളിലെ അധികാരാവകാശം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് നമുക്കറിയാം KE ആക്ട് വന്നിട്ടുണ്ട്, നിയമം വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒപ്പിട്ട് രാഷ്ട്രപതി ഒപ്പിട്ട് വന്നിട്ടുള്ള ആക്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് ഒരു റൂളും ഇറക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഇതിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ നടപ്പിലാക്കാവൂ. ഘട്ടം ഘട്ടമായി ഓരോ നിർദ്ദേശങ്ങളായി എക്സിക്യൂട്ടീവ് ഓർഡറുകളായി വന്നുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂളുകൾ ഒരു അംഗീകാരവും ഇല്ലാതെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് വിരുദ്ധമായിക്കൊണ്ട് തന്നെ കുറെ നടത്തുന്നു. അതിനെ പറ്റുന്ന ഒരു അക്ഷരമില്ല. അപ്പൊ അതുകൊണ്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നടപ്പിലാക്കാവൂ. അത് തുറന്ന സമീപനത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നതിനെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്.